ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കക്കറോട്ടിന്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഡിന്നറിനെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ നമ്മൾ ഈ നോമ്പ് സമയത്തെല്ലാം നമുക്ക് ഇഫ്താർ പാർട്ടിയിലും എല്ലാം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെ ആട്ടെ ഇത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ബീഫിൻ്റെ ഒരു ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനിതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 മീഡിയം സൈസ് ഉള്ള ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്നിച്ച് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കണമെന്നില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 6 പച്ചമുളക്, 12 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി അത് മൂന്നും കൂടി ഒന്നിച്ച് ചതച്ചതാണ്. പിന്നെ വെളുത്തുള്ളി അത്യാവശ്യം നല്ല വലുപ്പമുള്ള വെളുത്തുള്ളി ആട്ടോ ഞാൻ എടുത്തത്. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ബീഫ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വെച്ചിട്ട് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. ബീഫ് എടുക്കുന്ന സമയത്ത് എല്ലും നെയ്യും എല്ലാം ഉള്ള അങ്ങനത്തെ പീസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇത് ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ബോൺലെസ് പീസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ എല്ലും നെയ്യും എല്ലാം ഉള്ള പീസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആട്ടോ ചേർക്കുന്നത്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എരിവുള്ളതാ ചേർക്കുന്നെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ അങ്ങനെ ചേർത്താൽ മതി. നമ്മൾ നേരത്തെ പച്ചമുളക് എടുത്ത സമയത്ത് ഞാൻ 6 പച്ചമുളക് ആട്ടോ ചതച്ചെടുത്തത്. അപ്പോൾ പച്ചമുളക് എടുക്കുന്ന സമയത്ത് നിങ്ങളെ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതാ പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നേരത്തെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അതെല്ലാം ചതച്ചെടുത്ത് ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ 7 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ബീഫ് വേവിക്കലെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ അങ്ങനെ വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 7 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. അപ്പം ഇതാ ബീഫ് വേവിച്ചിട്ട് അതവിടെ മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തേങ്ങൻ്റെ ഒന്ന് അരവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിലിതാ ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വലിയ ഉള്ളിൻ്റെ ഒരു 1/4 ഭാഗം ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, കാരണം ഇത് ഫൈനായിട്ട് അരച്ചെടുക്കുന്നതല്ല, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതാ ഇനി ഞാനിതാ ഒരു പാത്രത്തിൽ അരിപ്പൊടി എടുത്ത് വെച്ചിന്. ഇതിപ്പോൾ ഞാൻ 3 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിന് കേട്ടോ. ഇതിപ്പോൾ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തത്. പത്തിരിൻ്റെ ഒറോട്ടിൻ്റെ എല്ലാം ആ ഒരു പൊടിയില്ലേ അത്, ആ ഒരു പൊടി ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ആമീസിൻ്റെ പത്തിരിപ്പൊടി ആട്ടോ ഞാൻ യൂസ് ചെയ്യല്. അപ്പോൾ ഇതാ അത് 3 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ ഒരു തേങ്ങൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന
രീതിയാട്ടാ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് അരി പുതർത്തിയിട്ട് അങ്ങനെയും ചെയ്തിട്ടെടുക്കാൻ പറ്റും. ആ വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്കിതാ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. വെള്ളത്തിന്റെ കണക്ക് അങ്ങനെ കറക്റ്റ് പറയുന്നില്ല. ആവശ്യത്തിനുള്ള വെള്ളം നോക്കിയിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി. അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ കുഴച്ചിട്ടെടുക്കാം. അതായത് നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ എത്തുന്നവരെ അങ്ങനെ കുഴച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പൊ ഇതാ ഞാൻ ആദ്യം തന്നെ ആവിച്ചമ്പലം ഒന്ന് സെറ്റാക്കി വെച്ചിന്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിനെ. എന്നിട്ട് തട്ട് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. തട്ടിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിന്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. അതിനു മുമ്പേ നമ്മുടെ കയ്യിലും കുറച്ചൊന്ന് ഓയിൽ തേക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് ഒരു വലിയ പോർഷൻ തന്നെ ഈ ഒരു രീതിയിൽ എടുത്തിട്ട് കൈയിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. എന്നിട്ട് അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് കൈയിന്റെ സെന്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് അതിന്റെ സെന്ററിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം അങ്ങ് ഉരുട്ടിയെടുക്കാം. ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉരുട്ടിയെടുക്കുന്നത് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. പക്ഷെ പിന്നെ അങ്ങ് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ആൾക്കാരുള്ള സ്ഥലമാണെങ്കിൽ 1-2 ആൾ ഉരുട്ടുമ്പോൾ അതങ്ങ് പെട്ടെന്ന് തീർന്നു കിട്ടും. അപ്പൊ ഇതാ ഞാൻ അതെല്ലാം അങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഞാനിതാ ഈ ഒരു ആവിച്ചമ്പ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോ ഞാൻ വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്ത ശേഷം കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് അടർത്തിയിട്ട് എടുക്കാം. ഈ ഒരു രീതിയിൽ അത് പെട്ടെന്ന് അങ്ങനെ അടർന്നു വന്നോളൂ. ചൂടാറിയ ശേഷം ഇങ്ങനെ അടർത്തിയിട്ട് എടുത്താൽ മതി. അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു അരവും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് മിക്സിന്റെ ജാറിൽ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര അളവിലിടാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട് തേങ്ങ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇനി ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സ് ആക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഒരു പാത്രത്തിലാട്ടാ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് RKG ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നുകിൽ RKGയിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ RKG പോലത്തെ ഫ്ലേവർ വരുന്ന ടൈപ്പ് നെയ്യ് തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ RKG ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറിയ ഉള്ളിന്റെ പകുതി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിന്. ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇതാ ഉള്ളി ഫ്രൈ ആയി വന്ന ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബീഫിന്റെ ആ ഒരു ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു RKGയും ബീഫിന്റെ ആ ഒരു ഗ്രേവി എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആയിക്കോട്ടെ. എന്നിട്ട് ഇത് ഒന്ന് തിളച്ചു വരുന്ന ആ ഒരു ടൈമിന് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു തേങ്ങന്റെ അരവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ. ഇത് തിളച്ചു വരുന്ന സമയത്ത് നമുക്കിനി കക്കറോട്ടിന്റെ നമ്മൾ ആ വേവിച്ചെടുത്ത ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇത് കുറച്ചൊന്ന് കുറുകി വന്നോട്ടെ. ആ ഒരു മസാലയെല്ലാം ആ ഒരു കക്കറോട്ടിയിൽ പിടിച്ചിട്ട് നല്ലോണം ഒന്ന് സെറ്റായി വന്നോട്ടെ. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ ഇത്ര കട്ടിയിലാട്ടാ ഇത് വേണ്ടത്. നമ്മൾ നേരത്തെ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച ശേഷം ഞാൻ ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിനെ. അപ്പൊ അതുപോലെ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതാ നമ്മളെ കക്കറോട്ടി റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.